ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഇമു ക്രൂയിസൽ ഡുവൽ ലെൻസ് ക്യാമറയാണ്. 5 MP വരുന്ന ടോട്ടൽ 10 MP വരുന്ന ക്യാമറയാണ്. ഒന്ന് ഫിക്സഡ് വ്യൂവും 2 360 റൊട്ടേഷൻ വരുന്ന ക്യാമറയാണ്. ഒരു അഡാപ്റ്റർ വരുന്നുണ്ട്, 2 മീറ്ററിൻ്റെ അടുത്ത് ലെങ്ത് വരുന്നുണ്ട് കേബിൾ. വൈഫൈ ആയിട്ടും ലാൻ ആയിട്ടും കണക്ട് ചെയ്യാം. ഇത് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യാൻ നോക്കാം. പ്ലേ സ്റ്റോറിൽ പോവുക, ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ എല്ലാ ആപ്പും ചെയ്യുന്ന മാതിരി സൈനപ്പ് കൊടുക്കുക, മെയിൽ വെച്ച് രജിസ്റ്റർ ചെയ്യാം. നമ്മളെ കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക, പാസ്വേഡും ഇമെയിലൊക്കെ സെറ്റ് ചെയ്യുക. അതിനുശേഷം ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ഇമെയിലും പാസ്വേഡും കൊടുക്കുക. ചെറിയൊരു സെക്യൂരിറ്റി വരും, അത് ഓക്കെ കൊടുക്കുക. ആഡ് ക്യാമറ സെലക്ട് ചെയ്യുമ്പോൾ സ്കാനർ ഓൺ ആവും. ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ക്യാമറയുടെ ബാക്കിൽ ഒരു QR കോഡ് ഉണ്ടാവും, അത് സ്കാൻ ചെയ്യുക. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഡിവൈസുമായിട്ട് ലിങ്ക് ആവും. നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് ക്യാമറ ഒരു ഗ്രീൻ ലൈറ്റ് ബ്ലിങ്ക് ആയി കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ വൈഫൈ സെലക്ട് ചെയ്ത് കൊടുക്കുക. വൈഫൈയുടെ സെയിം പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. 100 ആവണോട് കൂടി ക്യാമറ ലോഡാവും. ക്യാമറ ലോഡായി, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ ക്യാമറ സെറ്റായി പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ 2 ക്യാമറ നമ്മുടെ ക്യാമറ ഓണായി. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സിലൊരു ക്യാമറയാണ്. അതിൻ്റെ സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ക്രോസ് സെറ്റ് ചെയ്യുക, ഹ്യൂമൻ ഡിറ്റക്ഷൻ സെറ്റ് ചെയ്യുക, വെഹിക്കിൾ ഡിറ്റക്ഷൻ സെറ്റ് ചെയ്യാം. ഈ ക്യാമറയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ വാർണിംഗ് ലൈറ്റ് ആണ്. റെഡ് ആൻഡ് ബ്ലൂ വാർണിംഗ് ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 2 ക്യാമറയിലും വാം ലൈറ്റ് വരുന്നുണ്ട്. മേലത്തെ ക്യാമറയിലും വാം ലൈറ്റ് വരുന്നുണ്ട്, റൊട്ടേഷൻ ക്യാമറയിലും വാം ലൈറ്റ് വരുന്നുണ്ട്. വാർണിംഗ് ലൈറ്റ് റെഡ് ആൻഡ് ബ്ലൂ വരുന്നത് 360 ക്യാമറയിൽ മാത്രമാണ്. നമുക്ക് ഇനി ഇതിൻ്റെ വാം ലൈറ്റ് ഓണാക്കാം. വാം ലൈറ്റ് ഓണായി. അത്യാവശ്യം നല്ല ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ വിഷ്വൽ ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി തരുന്നുണ്ട്. ഓട്ടോ ട്രാക്കിംഗ് വരുന്നുണ്ട്, കറക്റ്റ് ഓട്ടോ ട്രാക്കിംഗ് കിട്ടുന്നുണ്ട്. പറഞ്ഞ 5 MP ക്വാളിറ്റി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ക്യാമറക്ക്. ഒറ്റ സ്ക്രീനിൽ തന്നെ 2 ക്യാമറയും കാണാൻ കഴിയും. ഇനി നമുക്കൊരു ക്യാമറ സൂം ചെയ്ത് നോക്കാം. ഒരു 15 മീറ്റർ അകലുള്ളൊരു സാധനമാണ്. ബോർഡ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതിന് മുകളിൽ കാണുന്നതാണ് SD കാർഡ് സ്ലോട്ട്. അതിൻ്റെ മുകളിൽ തന്നെയാണ് റീസെറ്റ് ബട്ടൺ ഉള്ളത്.